ഹലോ ഓൾ, ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ പേരാണ് പ്ലാന്റെയിൻ പഫ് പഫ്. നല്ല പഴുത്ത ഏത്തപ്പഴം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് എന്താണ് വേണ്ടുന്നതെന്ന് നോക്കാം. 2 വലിയ നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടെ ചെറിയ ഏത്തപ്പഴമാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 3 എണ്ണം എടുക്കണം. 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. 3 കപ്പ് മൈദ, 1/2 കപ്പ് സൂചി റവ, ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടേബിൾ സ്പൂണും പിന്നെ 1/3 കപ്പ് പഞ്ചസാരയും, 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് പ്രൂഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ്, 2/3 കപ്പും പിന്നെ ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളവും, 1/2 കപ്പ് ഈസ്റ്റ് പ്രൂഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുക്കുന്നത്. ആ തൊലിയിൽ ചെറിയ കറുപ്പ് കളർ വരാൻ തുടങ്ങത്തില്ലേ, അപ്പോൾ ആ ടൈപ്പാണ് എടുക്കേണ്ടത്. മഞ്ഞിച്ചിരിക്കുന്ന ഏത്തപ്പഴം അല്ല എടുക്കേണ്ട കേട്ടോ. ഇനിയും അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം ബ്ലെൻഡറിനകത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പോലെ ഇതിനകത്ത് കട്ടയൊന്നും പാടില്ല, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അതിനകത്തേക്ക് ഈസ്റ്റ് പ്രൂഫ് ചെയ്തേക്കുന്നതും കൂടെ ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈസ്റ്റ് പ്രൂഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അഥവാ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്തേക്ക് നമുക്ക് മൈദ, ഏലക്കാപ്പൊടി, സൂചി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബാക്കി നമ്മൾ ഈ ഏത്തപ്പഴം അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ബാക്കി വെള്ളം ഇരിപ്പില്ലേ, ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ എടുത്തു വച്ചേക്കുന്ന പഞ്ചസാരയും കൂടെ, ഈസ്റ്റ് പ്രൂഫ് ചെയ്യാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി പഞ്ചസാരയില്ലേ, അതും കൂടി ഇട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ ഈ പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ എൻ്റെ മധുരം അനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. മധുരം കൂടുതലോ കുറവോ വേണ്ടുന്നവരോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടോ. ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 45 മിനിറ്റ് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ഒരു 45 മിനിറ്റ് ആകാറാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ ചൂടാക്കാൻ വെക്കുന്നതിൻ്റെ തീയുടെ കാര്യം പ്രത്യേകം പറയാനായിട്ടാണെങ്കിൽ ബിറ്റ്വീൻ ലോ ആൻഡ് മീഡിയം ഹീറ്റിലാണ് എണ്ണ ചൂടാക്കാൻ വെക്കേണ്ടതും നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്തും തീ വെച്ചേക്കേണ്ടത്. കാരണം ലോ ഹീറ്റിൽ വെച്ചാൽ ഇത് എണ്ണ ഒരുപാട് പിടിക്കും. ഭയങ്കര ഹീറ്റാണെങ്കിൽ പെട്ടെന്ന് വെളിയിൽ മൂത്ത പോകത്തേ ഉള്ളൂ, ആകാൻ വേഗത്തില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണേ. വേണ്ട മാവ് 45 മിനിറ്റായ മാവാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂണോ എങ്ങനെ യൂസ് ചെയ്ത് ഇതുപോലെ എണ്ണയ്ക്കകത്തോട്ട് ഇത് കോരി ഒഴിക്കണം. കൈവച്ചായാലും മതി. ഞാനൊരു മീഡിയം സൈസ് കുക്കി സ്കൂപ്പാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാ സൗകര്യമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണം. പിന്നെ ഇത് ഒന്നൊന്നേൽ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മുടെ ഈ ഉഴുന്നുവട കണക്കൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് പാനിനകത്ത് എത്രയും കൊള്ളുവോ അത്രയും ഒന്നിച്ചിട്ട് നമുക്ക് വറക്കാൻ പറ്റും. അത് തന്നെ ഇങ്ങനെ പൊങ്ങി വരും നമ്മളിടുമ്പോഴത്തേന് എണ്ണയ്ക്കകത്തുനിന്ന്. അത് എന്നിട്ട് നല്ലപോലെ തിരിച്ചൊക്കെ ഇട്ട് ഈവൻലി ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു 45 മിനിറ്റ് നമ്മൾ ആ മിക്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമുള്ളൂ. അതർവൈസ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് പ്രത്യേകം എന്നോട് പറയണം, കമൻസിൽ കൂടെ അറിയിക്കണം. ഏകദേശം ഈ കളറിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷൻസൂടെ ടേൺ ഓൺ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ കിട്ടും കേട്ടോ.